മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ വിളിച്ചെന്നോ? എനിക്ക് 100 ആയുസാണെന്നോ എന്റെ അമ്മ? അയ്യോ എന്ത് വിമോലിക്ക് അപകടമാണ്. ആരോ വീണേക്ക് ഒരാൾ സോഡ മേടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സോഡ കൊണ്ടാ? ഒരു സോഡ മേടിക്കാൻ ആരും ഇല്ല ഇവിടെ. ഒരാൾ വീണെടുക്കണ്ടല്ലേ ആ സോഡ. എനിക്ക് അങ്ങനെയാ, ചോര കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു സോഡ ഒഴിക്കണം, അല്ലെങ്കിൽ തല ഇറങ്ങും. അതുകൊണ്ടാ. ഇച്ചിരി കൂടെ കുടിക്കട്ടെ. എല്ലാരും നോക്കിക്കാതെ ഒന്ന് പിടിച്ചു കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ കിടക്കുന്ന ആളെ ആശുപത്രി കൊണ്ടുപോകാൻ. ആരെങ്കിലും ആശുപത്രി കൊണ്ടോ? ഒന്ന് ആശുപത്രി കൊണ്ടുപോയോ? താൻ എന്നാ വർത്താനം പറയുന്നത്? തനിക്ക് കൊണ്ടുപോകാൻ ആശുപത്രി? എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സാധാരണ എല്ലാവരും കൂടുമ്പോ കൊണ്ടുപോകുന്നു പറയല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഏടോ അതല്ല, തനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ കുഴപ്പം. എനിക്ക് കോടതി പോകണല്ലോ. പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ കോടതി എന്നാ? കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരുത്തൻ വീണെടുത്തിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഞാൻ കോടതി കയറി ഇറങ്ങി നടക്കുക. ഇനി എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ, മൊബൈൽ ഉണ്ടോ? ഒന്ന് വീട്ടിൽ വിളിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാനാ. അതല്ലേ മൊബൈൽ? ഹലോ, കിട്ടി. ഓ സന്തോഷമായി. സുരേന്ദ്രനെ, ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ്. ഒരാള് ബൈക്കിന് തലം കുത്തി കിടക്കുക. പച്ചക്കറി മേടിച്ചോന്നോ? ഞാൻ വന്നിട്ട് മേടിച്ചാ പോരെ? കൊച്ചു സ്കൂളിൽ വന്നോടി. കൊഞ്ച് മേടിക്കണോന്നോ? കൊഞ്ചൊക്കെ മേടിക്കാം. ഓക്കെ. കൊഞ്ച് മേടിച്ചിട്ടില്ല. ഉപ്പിക്കുറ ഒറ്റ അഴിയാൻ ചേരും. താൻ എവിടെയാണ് വിളിച്ചത്? അപ്പൊ വീട്ടിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. എന്റെ പെണ്ണുമ്പളെ വിളിച്ചാ. അവളാണ് ഈ ആക്സിഡന്റ് ഒന്നും കണ്ടിട്ടില്ലേ. എടോ പണ്ടാരോടക്കം തന്റെ വീട്ടിൽ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഈ കിടക്കുന്ന വീട്ടിൽ വിളിക്കുന്ന കാര്യം പറഞ്ഞത്. അതെനിക്ക് പറ്റില്ല. വിളിച്ചു പറയാൻ നമ്പർ എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്നാ പിടിച്ചോ. ഞാനില്ല. ഞാനും എനിക്കറിയില്ലല്ലോ സംഭവം. ഒന്ന് മാറി. ഈ കിടക്കുന്ന പുള്ളിയുടെ ബന്ധു നിങ്ങളുടെ എല്ലാവരും ആണോ ഈ കിടക്കുന്നത്? അല്ല, ബന്ധുവല്ലോ ആണോ? അല്ല ആരുമല്ലേ? പിന്നെ താൻ ആരാ? ഇവിടെ തിരക്കുകാരൻ കരഞ്ഞോണ്ട് വന്നാണേ, കാണാൻ വേണ്ടിട്ട്. നോക്കട്ടെ ഞാൻ ആരാന്ന്. ഇതെന്റെ കൂട്ടുകാരൊന്നുമല്ല. ഞാനോട് എന്നെ പിടിക്കാൻ ആരെ വിളിച്ച് വിവരം അറിയിക്കാനാ? അയ്യോ, നിങ്ങൾ എല്ലാവരും കൂടി നിൽക്കാതെ കിടക്കുന്ന അല്പം കാറ്റ് കിട്ടട്ടെ. കാറ്റ്, ഈ കാറ്റ് പോകാൻ കിടക്കുന്ന പുള്ളിക്ക് ഇനി എന്നാ കാറ്റ് കിട്ടാനാ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറണേ. ബൈക്ക് നീ മുമ്പ് വന്നല്ലേ പരിപാടി? ഇതൊന്ന് മൊബൈലിൽ പിടിച്ചോട്ടെ ചേട്ടാ. ഇവനെ ആദ്യമേ തല്ലിക്കൊള്ളണമായിരുന്നു. എന്താ പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാര്യമായിട്ട് വല്ല പാൻ്റെ അല്പം കീറിയിട്ടുണ്ടോ? അയ്യോ, അപ്പൊ കിഡ്നി അടിച്ചു പോയോ? അടിച്ചു. ഒരു ബട്ടൺസ് പൊട്ടി കിടക്കണ്. അപ്പൊ കരലും പോയി. അതെ, ഈ കാലിൽ ഒരു 8 സ്റ്റിച്ച് ഉണ്ട്. 8 തൈലെങ്കിലും നേരെ കടലോട് കയറ്റിക്കോ, ഞാൻ മെഷീൻ അടിച്ചുതരാം. മെഷീനാ? ഇയാൾ എന്താ ഈ പറഞ്ഞത്? ഇപ്പൊ എവിടെന്ന് ഒരു വണ്ടി ആശുപത്രി കൊണ്ടുപോകാനായിട്ട് മാർക്കേ? ഒരാളെ ആശുപത്രി അയ്യോ പോലെ ആളെ എണിക്കണ്ടല്ലോ. വേണ്ട വിടാ. ഇന്ന് 1-ാം തീയതി അല്ലേ? ബിവറേജ് അവധിയല്ലേ? അതുകൊണ്ട് ഒരു മിലിറ്ററിക്കാരന്റെ കൈയും കാലും പിടിച്ച ഒരു ഫുൾ ഒപ്പിച്ചത്. അതിന്റെ ഇടയ്ക്കായി മുടിഞ്ഞ ആക്സിഡന്റ്. എടാ, ഞാൻ ഇത് ഒപ്പിയെങ്കിലും കുടിക്കട്ടേടാ. നല്ല ഉത്തരവാദിത്തമുള്ള ആളുകൾ ഒരു മീറ്റിംഗ് അവിടെ വെച്ചിട്ട് ഒറ്റൊരുത്തരും ഇന്നേരമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സൂപ്പർ സ്റ്റാറുകളാണ് അത്ര, സൂപ്പർ സ്റ്റാറുകൾ. ഇവന്മാരൊക്കെ ഇങ്ങനെ പോയാൽ മലയാള സിനിമ എവിടെ എത്തും എന്റെ കർത്താവേ? ഒരൊറ്റൊന്നിനും ഉത്തരവാദിത്ത ബോധമില്ല. എന്താണ് ഇന്നച്ചാ ഒറ്റയ്ക്ക് കിടന്ന് പെറുപെറുക്കുന്നത്? ഞാൻ നമ്മുടെ ആളുകളുടെ കാര്യം പറയായിരുന്നു. മീറ്റിംഗ് വെച്ചിട്ട് ഇത്ര നേരമായിട്ടും ഒറ്റ നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെറുതെ അല്ല നമ്മുടെ സിനിമ നശിച്ചു പോകുന്നേ. സിനിമ നശിക്കുന്നു എന്നാരാ പറഞ്ഞേ? നല്ല കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഇപ്പോഴും വിജയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തസ്കര വീരൻ, പോത്തമ്പാവ,
മായാ ബസാർ, ലവ് ഇൻ സിംഗപ്പൂർ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയ നേരം വെളുക്കും. പറയുന്നത് കേട്ടാത്തൊന്നും ഇയാളുടെ പടങ്ങൾ മാത്രമാണ് വിജയിക്കുന്നതെന്ന്. പിന്നെ പുറത്തു പറയാൻ പറ്റിയ തന്റെ ഏതൊക്കെ പടങ്ങളാണോ വിജയിച്ചത്? എത്ര പടങ്ങളുണ്ടോ എനിക്ക് പറയാൻ. ദാ പിടിച്ചോ, വാമനപുരം ബസ് റൂട്ട്, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, പിന്നെ എൻ്റെ ഏഞ്ചൽ ജോൺ. അതാരാ, നിന്റെ സ്നേഹിതനാണോ? അയ്യോ, അതാരുമല്ല, എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ്. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. താൻ സിനിമ ഇറക്കിയിട്ട് താനും തന്റെ കൂട്ടുകാരും മാത്രം കണ്ടാ പോരാ, ജനങ്ങൾ കാണണം. ആ പറഞ്ഞത് കറക്റ്റാ. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാം. സത്യത്തിൽ മലയാള സിനിമയുടെ യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് മാറണമെങ്കിൽ നിങ്ങൾ പ്രായമുള്ളവർ മലയാള സിനിമയിൽ നിന്ന് മാറിത്തരണം. ഞങ്ങൾ യുവതാരങ്ങൾക്ക് അവസരം കിട്ടട്ടെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വെറും പള്ളിയല്ല, പരുമലപ്പള്ളിയിൽ. സത്യത്തിൽ എനിക്ക് നിന്റെ മകന്റെ വയസ്സുപോലും ഇല്ല. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. മക്കളുണ്ടാവാൻ എന്തിനാടാ കല്യാണം കഴിക്കുന്നത്? അല്ലേ? ഇയാൾ എന്തിനാ അത് എന്നോട് ചോദിക്കുന്നേ? അല്ല, അനുഭവമുള്ളവരോട് വേണമല്ലോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. എല്ലാവരോടും ഒരു കാര്യം പറയാ, നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ്, അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചയ്ക്കല്ല. അതിന് ഞാനൊരു സജഷൻ പറയാം. മലയാള സിനിമ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നെല്ലാം വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ മലയാള സിനിമയിൽ വെറൈറ്റികളൊന്നും കൊണ്ടുവരുന്നില്ല. എന്താ, ശരിയല്ലേ ഇന്നച്ചാ? അത് വളരെ ശരിയാ, ബാക്കി പറ. ഒരു നല്ല വെറൈറ്റി ഞാൻ പറയാം. അതല്ലേടോ തന്നോട് ബാക്കി പറയാൻ പറഞ്ഞേ. എന്നെ നായകനാക്കി ഒരു പടം എടുത്തോ, എങ്കിൽ മലയാള സിനിമയുടെ സകല പ്രതിസന്ധി മാറും. താൻ നായകനോ? അപ്പൊ വില്ലൻ ആരാവും? ദാ ഇവരൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ, പോത്ത് പോലുള്ള കുറേ മുത്തച്ഛന്മാർ. വില്ലന്മാരല്ല ഇവരാവട്ടെ, അങ്ങനെയെങ്കിലും ഇവരുടെ തടിയൊന്ന് അളകട്ടെ. അയ്യോ, എന്തിനാടാ ചിരിക്കുന്നത്? അല്ല, ഇയാള് നായകനായുള്ള കാര്യം ഒന്ന് ആലോചിച്ചപ്പോ ചിരിച്ചു പോയതാ. ഞാൻ നായകനായ എന്താടാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നന്നായിരിക്കും. എന്താടാ 80ഉം 90ഉം വയസ്സുള്ള നിനക്കൊക്കെ നായകനാവുമെങ്കിൽ എനിക്ക് നായകനാവാം. താൻ നായകനായിട്ട് എന്ത് കാര്യം? തനിക്കൊരു ഡയലോഗ് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ? ആര് പറഞ്ഞു എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ലെന്ന്? നീയൊക്കെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് നിന്നേക്കാൾ നന്നായിട്ട് ഞാൻ പറയും. ദാ കേട്ടോ, മേലെടുത്ത് രാഘവൻ നായർ ചെറ്റയാ. ചെറ്റാന്ന് പറഞ്ഞ പരമാനാറി. ഈ കാണുന്ന പറമ്പ് വീടുമെല്ലാം എൻ്റെ ചോരയിൽ നീര് വേർപ്പുക. പണ്ട് ഈ വീടും പറമ്പും ചെത്തിയപ്പോൾ ഒരു സഞ്ചി നിറയെ പണവുമായിട്ടൊരാൾ വന്നില്ലേ? ആ പന്ന മാമ, നമ്മളെ കുഞ്ഞമാമ എങ്ങനെയുണ്ട്? അയ്യോ, താൻ എന്തൊക്കെയാണോ ഈ കാണിക്കുന്നത്? താൻ കൂടുതൽ ഉണ്ടാക്കണ്ട. താൻ സിനിമയിൽ കളിക്കുന്ന ഡാൻസ് എല്ലാം തന്നെയൊക്കെ നന്നായിട്ട് ഞാൻ കളിക്കും. കത്തദാ